ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നു. ദൈവം നമ്മളോട് സംസാരിക്കുവാനായിട്ടിടയാകട്ടെ. ദൈവവചനമെന്നും നമ്മെ ഉണർത്തുന്നതും ശക്തീകരിക്കുന്നതായ വചനമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവവചനത്തിലേക്ക് കടക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുപാട് ദൈവവചനം കേൾക്കുന്നവരാണ്. കർത്താവെ, അനേകം പ്രാവശ്യം അങ്ങ് ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ള ദൈവമാണ്. എന്നാലും അങ്ങയുടെ ദയയ്ക്ക് ഒരു കുറവുമില്ലാതെ ഇന്നും തുടരുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ അനുസരണക്കേട് കാണിച്ച് അതിനെ അനുസരിക്കാതെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് രാവിലെയും ഞങ്ങളുടെ കുറവുകളെ അങ്ങയുടെ സന്നിധിയിൽ സമ്മതിക്കുന്നു. അങ്ങയുടെ ആത്മാവിൻ്റെ നിറവിൽ സംസാരിക്കുവാനായിട്ട് അടിയന് കൃപ നൽകണം. കർത്താവെ, ഞങ്ങളുടെ എല്ലാവരിലും തകർന്നു കിടക്കുന്ന മതിലുകൾ പണിയപ്പെടുവാൻ അവിടെ നിടയാക്കണമേ. ഞങ്ങളിലേക്ക് തന്നെ നോക്കുവാനായിട്ടിടയാകണമേ. മറ്റുള്ളവരിലേക്ക് നോക്കാതെ കർത്താവ് പ്രകാശനം തന്ന വഴികളിൽ നടക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. ദൈവനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകണമേ. സകലവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ദിവസം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും ഒരു ആത്മീയ ശുശ്രൂഷ നമുക്ക് ഏവർക്കും പങ്കെടുക്കുവാനായിട്ട് ഇടയായതിൽ ഞാനും ആ കുടുംബത്തോടും സഭയോടും എല്ലാവരോടും ചേർന്ന് ഞങ്ങൾ സന്തോഷിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ, വൈദങ്ങൾ, യുവാക്കന്മാർ, യുവതികളുടെ വിവാഹം, അവരതിനു വേണ്ടി തയ്യാറെടുക്കുന്ന വിധങ്ങൾ ഒക്കെയും ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം, വിവാഹമെന്ന് പറയുന്നത് തന്നെ ആവശ്യമില്ല എന്ന് പറയുന്ന നിയമങ്ങളും തിയറീസും വച്ച് പുലർത്തുന്ന സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമായിട്ട് ദൈവത്തിന് ഞാൻ മഹത്വം കരയേറ്റുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഞാനിങ്ങനെ ഒരു സംഭവം, നമ്മളെല്ലാവരും അറിഞ്ഞ സംഭവമാണ്. 2023 ജൂണിൽ ഒഡീഷ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ ഒരു വലിയ ട്രെയിൻ ട്രാജഡി നടക്കുകയുണ്ടായി. ഒരുപക്ഷെ നമ്മളെല്ലാം ആ സമയത്ത് വളരെ ഗൗരവത്തോടു കൂടി ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് അറിഞ്ഞ ഒരു സംഭവമാണ്. എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതിൽ അനേക പത്രസമ്മേളനങ്ങൾ അതിൻ്റെ ഒഫീഷ്യൽസ് ഒക്കെ നടത്തിയത് നിങ്ങൾ ഒരു പക്ഷേ വാച്ച് ചെയ്തിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. 2 ട്രെയിനുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു. മൂന്നാമതൊരു ട്രെയിനിലേക്ക് അതിൻ്റെ ബോഗീസ് മറിഞ്ഞു വീഴുന്നു. ഏകദേശം 300-ലധികം ആൾക്കാർ അതിൽ കൊല്ലപ്പെടുന്നു. ഇതാണ് അവിടെ നടന്ന സംഭവം. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് അനേക ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടക്കുകയുണ്ടായി. അതൊരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവമാണ് എന്നൊക്കെ ഹയർ ഒഫീഷ്യൽസ് ആദ്യം പറഞ്ഞു. എങ്കിലും അതിൽ വന്ന പാളിച്ച, സിഗ്നലിങ്ങിൽ വന്ന പാളിച്ച എന്താണ്, 99.9% എറർ പ്രൂഫ് ആയിട്ടുള്ള സിസ്റ്റമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നും എന്നാൽ അതിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. എന്നാൽ അതിൽ വ്യക്തമായ ചിത്രങ്ങളൊന്നും പുറത്തു വന്നില്ല എങ്കിൽ തന്നെയും അതിൽ സിഗ്നലിങ്ങിൽ പിഴവുകൾ വന്നു, മാനുഷികമായ തെറ്റുകൾ, എറേഴ്സ് അതിൽ വന്നത് മുഖാന്തരമാണ് ഒരു ഗ്രീൻ സിഗ്നൽ ഒരു റെയിൽവേ ലൈനിൽ കിടക്കുകയും എന്നാൽ ട്രെയിൻ പോകേണ്ടുന്ന റെയിൽസ് സെറ്റ് ചെയ്തിരുന്നത് വേറൊരു റൂട്ടിലോട്ടുമായി. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവമാണെന്ന് പറയുമ്പോഴും മാനുഷികമായ ചില മാർക്കിങ്സും സിഗ്നൽസിൻ്റെയും തെറ്റുകൾ മുഖാന്തരം
അതിൽ മനഃപൂർവ്വമായിട്ടാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്നാൽ അത് വലിയ ഒരു ദുരന്തത്തിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായി. ഇന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം, പലപ്പോഴും ചെറിയ ചെറിയ പിഴവുകൾ, ചെറിയ ചെറിയ തെറ്റുകളാണ് വലിയ ട്രാജഡീസിലോട്ട് പല ചരിത്രത്തിലെ സംഭവങ്ങളിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന്റെ മറുവശം നമ്മൾ ചിന്തിച്ചാൽ പല ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം വലിയ വലിയ സന്തോഷങ്ങളിലേക്ക് നമ്മെ നയിക്കുവാനായിട്ട് സാധ്യതയുള്ളത്. ചരിത്രത്തിലെ ഏത് സംഭവങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാലും, പ്ലെയിൻ ക്രാഷസ് എടുത്തു നോക്കിക്കോ, എല്ലാത്തിലും അതിനൊരു മൈന്യൂട്ട് എറേഴ്സ്, നെഗ്ലിജൻസ് വന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബേസിക്കലി അതെല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഞാൻ പറയട്ടെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പല പിഴവുകൾ വരാനായിട്ടുള്ളതിന്റെ കാരണം, പല ട്രാജഡീസ് നമ്മുടെ സഭാ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ വരാനായിട്ടുള്ളതിന്റെ ബേസിക് റീസൺ കിടക്കുന്നത് പല ചെറിയ ചെറിയ കാര്യങ്ങളെയും നമ്മൾ അവഗണിച്ചതുകൊണ്ടാണ്. അത് സാരമില്ല, അതൊരു ചെറിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞ് അവഗണിച്ചു പോകുന്നതിൽ നിന്നാണ് വലിയ വലിയ പ്രശ്നത്തിലേക്ക്, വലിയ വലിയ ട്രാജഡീസിലേക്ക് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിച്ച് ചേരാൻ സാധ്യതയുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ അതിനാധാരമായിട്ട് ഈ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന നെഹമ്യാവിന്റെ പുസ്തകം, അതിലെ 1-ാം അധ്യായം ഞാനൊന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് നെഹമ്യ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം വായിക്കുമ്പോഴോ ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം യെരുശലേം ദേവാലയത്തിൽ, അല്ലെങ്കിൽ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നുണ്ട്. നെഹമ്യാവ് എന്ന് പറയുന്ന പുരുഷൻ അത് കർത്താവിന് വേണ്ടി നിന്ന് അവൻ മതിൽ പണിയുവാനായിട്ട് മുൻകൈ എടുക്കുന്നു. അനേക കാര്യങ്ങൾ അവൻ ചെയ്ത് അവസാനം ആ മതിൽ പണിയിൽ പൂർത്തിയാക്കുന്നു. വലിയൊരു റിവൈവൽ ആ ജനത്തിന് മധ്യേ ഉണ്ടാകുന്നതാണ് നെഹമ്യയുടെ പുസ്തകം. പക്ഷേ ഇന്ന് എൻ്റെ ചിന്ത, അല്ലെങ്കിൽ ദൈവാത്മാവ് എനിക്ക് തന്ന ചിന്ത എന്ന് പറയുന്നത്, ഈ ഒരു ചിത്രം, അല്ലെങ്കിൽ ആ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ പണിയാനായിട്ടിടയായതിന്റെ ആ തുടക്കം, ആ ഒരു ബിഗിനിങ് ഏത് രീതിയിലായിരുന്നു എന്നത് നമുക്കൊന്ന് ചിന്തിക്കാം. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കുന്നു: ഹക്കല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ. നെഹമ്യാവ് എന്ന് പറയുന്ന പുരുഷൻ, അതിന്റെ ചരിത്രം നിങ്ങൾ നോക്കിക്കൊള്ളുക. ആ പുരുഷൻ വളരെ നല്ലൊരു സ്ഥാനത്ത് ദൈവം അവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. അവൻ ശൂഷൻ രാജധാനിയിൽ വളരെ പ്രസ്റ്റീജിയസ് ഒരു പോസ്റ്റിൽ ഇരിക്കുകയാണ്. ആ പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് കേൾക്കുന്ന ഒരു വാർത്തയെ തുടർന്നാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, അവനെ ദൈവം ആക്കി വെച്ച സ്ഥാനത്ത് അവൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതോ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവും അവനില്ല. നെഹമ്യാവ് എന്ന് പറയുന്ന പുരുഷന് അവന് ദൈവം നല്ലൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അവന്റെ ജീവിതമൊക്കെ നല്ല സെറ്റിൽഡ് ആണ്. യാതൊരുവിധ ബുദ്ധിമുട്ടും അവന് വരേണ്ട സാധ്യതയില്ല. എന്നാൽ അതിന്റെ 2-ാം വാക്യത്തിലോട്ട് നോക്കുക. എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. നമ്മൾ വിചാരിക്കുന്നത് തന്റെ സഹോദരൻ, അല്ലെങ്കിൽ ഒരു സഹോദരനായ ഹനാനിയും യഹൂദന്മാരിൽ ചിലരും വന്ന് യവനോട് ഈ മതിൽ പണിയുടെ കാര്യം പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ യവൻ ഡിസിഷൻസ് ഒക്കെ എടുത്തു, തീരുമാനിച്ചു പോയി എന്നുള്ളതാണ് നാം മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച വിഷയം, ആ സഹോദരന്മാർ വന്നപ്പോൾ ആ സഹോദരന്മാർക്ക് വേണ്ടുന്ന പരിഗണന നൽകി അവരോട് സംസാരിച്ച് അവരോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. എന്താണ്? യെരുശലേമിനെ കുറിച്ചും ആ ഒഴിഞ്ഞുപോയ, അല്ലെങ്കിൽ തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരുടെ ആ ശേഷിപ്പിനെ കുറിച്ചും ആര് ചോദിക്കുകയാണ്? നെഹമ്യാവ് അങ്ങോട്ട് അവരോട് ചോദിക്കുകയാണ്. അവരെന്തിനാണ് വന്നേന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുന്നില്ല. എന്നാൽ അവനെ കാണുവാനായിട്ടായിരിക്കണം വന്നിരിക്കുന്നത്, അവരോട് സംസാരിക്കുവാൻ. എന്നിട്ട് അവരോട് അങ്ങോട്ട് ചോദിക്കുകയാണ് ഇങ്ങനെയുള്ള 2 കാര്യങ്ങൾ. ഏതാ? യെരുശലേമിന്റെ കുറിച്ചും ആ തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരുടെ അവസ്ഥയെക്കുറിച്ചും അവൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. നമ്മുടെ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ
ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു മൂല്യമാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നെഹമ്യാവ് ആദ്യം രേഖപ്പെടുത്തുന്നത്. നമ്മളെല്ലാ ഒരുപാട് പ്രസംഗങ്ങളും നമ്മൾ ഒരുപാട് ഉത്തേജനം കൊണ്ടതുമായിട്ടുള്ള സംഭവമാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. മതില് അവർ ഇത്ര ദിവസം കൊണ്ട് പണിത് തീർത്തു. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ മതില് പണിത് തീർക്കുന്നതിന് അതിന്റെ ഏറ്റവും വലിയ തുടക്കം എവിടെ നിന്നായിരുന്നു? ഒരു ചെറിയ തുടക്കമായിരുന്നു. ആ തുടക്കം എന്ന് പറയുന്നത് നെഹമ്യാവ് ആ സഹോദരന്മാരോട് അത് കാര്യം ചോദിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സഹോദരന്മാരുടെ മധ്യേ നമ്മുടെ സഹോദരന്മാരുടെ വിഷയങ്ങൾ നമുക്ക് അങ്ങോട്ട് ചോദിക്കുവാൻ, നമുക്ക് സംസാരിക്കുവാനായിട്ട് നാം താല്പര്യങ്ങൾ കാണിക്കുന്നുണ്ടോ? ഒരുപക്ഷെ അത് വലിയ ചെലവുള്ള കാര്യമല്ല, അതിന് വലിയ സമയവും ആവശ്യമില്ല. എന്നാൽ നെഹമ്യാവ് ഇവിടെ ചെയ്യുകയാണ്, അവന് യാതൊരു ആവശ്യമില്ല ഇത് ചോദിക്കുവാൻ. എന്നാൽ നെഹമ്യാവ് അങ്ങോട്ട് ആ സഹോദരന്മാരോട് ചോദിക്കുകയാണ്, എന്താണ് അവിടുത്തെ അവസ്ഥ, എന്താ അവിടുത്തെ കാര്യം, എന്തായി, ആ യഹൂദന്മാരുടെ അവസ്ഥ എന്താണ് എന്ന് താൻ ചോദിച്ച് അറിയുന്നത്. പ്രിയമുള്ളവരെ, വിശ്വാസികളായ നമ്മൾ ഏറ്റവും കുറിക്കൊള്ളേണ്ടതായിട്ടുള്ള വിഷയം നമ്മുടെ കൂട്ടുവിശ്വാസികളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ കൂട്ടു സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ അവരോട് അവരുടെ വിഷമങ്ങൾ, അല്ലെങ്കിൽ അതെന്തായി, അവരുടെ പ്രയാസങ്ങൾ എന്തായി, അവർക്ക് ജോലിയുടെ ആവശ്യമാണോ, സാമ്പത്തികമായ ആവശ്യമാണോ, എന്താവശ്യമായിക്കോട്ടെ, നമുക്ക് അവരുടെ വിഷമങ്ങൾ എന്തായി എന്ന് ചോദിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ദൈവം അതിനു വേണ്ടിയിട്ടാണ് ഈ സഭ എന്നുള്ള ഒരു സിസ്റ്റം തന്നെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ആ സംഭാഷണം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലരായ നമ്മെ ഒരുമിച്ച് ഒരിടത്ത് ചേർത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ സഹോദരന്മാരുടെ വിഷമങ്ങൾ നമ്മൾ ചോദിക്കണം, അവരോട് സംസാരിക്കണം, അവരോടൊന്ന് ചിരിക്കണം, അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നാം ശ്രമിക്കണം. ഒരുപക്ഷെ ആ വിഷമങ്ങൾ അറിയാതിരുന്നുകൊണ്ട് നമുക്കൊന്നും പറ്റത്തില്ലായിരിക്കാം. നമ്മളെല്ലാവരും നമ്മുടെ ഫാമിലീസിലെല്ലാം സെറ്റിൽഡ് ആയിരിക്കാം, നമ്മുടെ ഫാമിലീസിലൊന്നും ഒരു ഇഷ്യൂ ഇല്ലായിരിക്കാം, ഒരു പ്രശ്നവും ഇല്ലായിരിക്കാം. എന്നാൽ നമ്മുടെ കൂട്ടു സഹോദരന്മാരുടെ അവരോട് നമ്മൾ ചോദിക്കണം, എങ്ങനെയുണ്ട് സഹോദര, എങ്ങനെയുണ്ട് സഹോദരി, നിന്റെ നടുവേദന എങ്ങനെയുണ്ട്, നിങ്ങളുടെ രോഗം എങ്ങനെയുണ്ട്. അത് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്ന ആശ്വാസം എന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നെഹമ്യാവ് മതിലൊക്കെ പണിതു. ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, എവിടെ നിന്നാ മതിൽ പണി തുടങ്ങിയേ? നെഹമ്യാവിന്റെ ആ ഒറ്റ ചോദ്യത്തിൽ നിന്ന്. പ്രിയമുള്ളവരെ, വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, വലിയ പ്രസംഗങ്ങളൊന്നും ഒരുപക്ഷെ ചെയ്യാൻ കഴിവില്ലായിരിക്കാം, ഒരുപക്ഷെ ദൈവത്തിന് വേണ്ടി മിഷണറി ആയിട്ടൊന്നും പോകാൻ പറ്റത്തില്ലായിരിക്കാം. എന്നാൽ കൂട്ടു സഹോദരനോട്, സഹോദരി, നിന്റെ ആവശ്യം എന്തായി, എന്നതുപോലെ ഇരിക്കുന്നു, കുഞ്ഞുങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, അവരുടെ പഠിത്തം എങ്ങനെ പോകുന്നു, നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന ആ വിഷയം എന്തായി, എന്തുകൊണ്ടാണ് നെഹമ്യാവിന് ഇത് ചോദിക്കാൻ പറ്റിയേ? നെഹമ്യാവിനവിടെ എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നല്ലേ. പക്ഷെ 6-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. 6-ാം വാക്യം അവിടെ എന്താ വായിക്കുന്നത്? നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും. ആ ജനത്തിനു വേണ്ടിയിട്ട് രാവും പകലും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യരായിരുന്നു നെഹമ്യാവ്. നെഹമ്യാവ് അവരെ കുറിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. നോർമലി ഒരു വേൾഡ്ലി പേഴ്സൺ ആയിട്ട് ചിന്തിച്ചാൽ അവനത് പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യമില്ല. എന്നാൽ അവൻ പറയുക, രാവും പകലും ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? അവന് ആയിരിക്കുന്ന രാജ്യം വേറെയാണ്, സ്ഥലം വേറെയാണ്, അവനെല്ലാ സുഖങ്ങളും ഉണ്ട്. പക്ഷെ അവൻ പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ആ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അവന്റെ പിതാക്കന്മാർ ആ യെരൂശലേം ദേവാലയത്തെ ഓർത്ത്, അതിന്റെ അവസ്ഥ എന്താണെന്ന് ഓർത്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ആ നെഹമ്യാവിന് എന്ത് ചോദിക്കാൻ പറ്റിയേ? അതിന്റെ അവസ്ഥ എന്താ എന്ന് അവരോട് ചോദിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു സഹോദരനോടോ സഹോദരിയോടോ ഈ രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ സഹോദരനെ ഓർത്ത്, ആ കുടുംബത്തെ ഓർത്ത്, അവരുടെ മക്കളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. എന്നാൽ മാത്രമേ ആത്മാർത്ഥമായി, കാഷ്വൽ ടോക്കല്ല, ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. വളരെ ആത്മാർത്ഥമായിട്ട്, വളരെ ഹൃദയത്തോടു കൂടി ആ നെഹമ്യാവ് അവരോട് അത് ചോദിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരന്മാരോട് ചേർന്ന് കൂട്ടായ്മയിൽ നമ്മൾ ആയിരിക്കുന്ന ഈ സമയങ്ങളിൽ, ഈ ലോകത്തിൽ ദൈവം വളരെ കുറച്ചു നാളെ നമുക്ക് തന്നിട്ടുള്ളൂ. ആ സമയങ്ങളിൽ നീ എത്ര സഹോദരന്മാരോട്, എത്ര സഹോദരിമാർക്ക് ആശ്വാസമായി തീരുവാനായിട്ട് നിനക്ക് സാധിച്ചിട്ടുണ്ട്?
എത്ര സഹോദരിമാർക്ക്, എത്ര കുഞ്ഞുങ്ങൾക്ക്, എത്ര യുവാക്കന്മാർക്ക്, എത്ര യുവതികൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് നിന്നോട് സംസാരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, പലരും നമ്മളോട് പറയുവാൻ പോലും മടിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വി ആർ നോട്ട് ഓപ്പൺ ടു ദം. നമ്മുടെ വശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീക്ഷണങ്ങളോ നമ്മുടെ സംസാരങ്ങളോ അവർക്ക് അത്രയും ഓപ്പണായിട്ട് സംസാരിക്കുവാനായിട്ട് കഴിയാത്തത് കൊണ്ടാ അവര് നമ്മളോട് ഇതൊന്നും പറയാത്തത്. ഒരു പ്രാവശ്യം അവരോടൊന്ന് ചിരിച്ച് അവരുടെ ഭവനത്തിൽ പോയിട്ട് അവരോടൊന്ന് സംസാരിക്കണം, അവരോടൊന്ന് ചോദിക്കണം, എന്തായി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, എന്തായി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എന്തായി, പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ എന്തായി എന്ന് ചോദിച്ചു നോക്കണം. നമ്മുടെ ഈ 2024 ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയ സിസ്റ്റം ആണോ? ഇറ്റ്സ് നോട്ട് ആൻ ഔട്ട്ഡേറ്റഡ് സിസ്റ്റം. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വിഷയമാണ്. ഞാൻ അതിനോടനുബന്ധിച്ചൊരു വാക്യം കൂടെ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ കാണുന്നു: കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. മതി. എന്തിനു വേണ്ടിയിട്ടാ സംസാരിക്കേണ്ടേ? അവിടെ വായിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് നമ്മളത് വായിക്കണം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. പ്രിയമുള്ളവരെ, വേർഡ്സ് ആർ വെരി പവർഫുൾ. നമ്മൾ അവരെ ആശ്വസിപ്പിക്കാനോ പണിയാനോ തകർക്കുവാനോ ഉതകുന്നതാണ് നമ്മുടെ വാക്കുകൾ. മുറിവേൽപ്പിക്കുവാൻ പാകത്തിലുള്ളതാണ് നമ്മുടെ വാക്കുകൾ. മുറിവുകൾ ഉണക്കുവാൻ പാകത്തിലുള്ളതാണ് നമ്മുടെ വാക്കുകൾ. നമ്മുടെ വാക്കുകൾ എങ്ങനെയായിരിക്കണം? ഒരു വിശ്വാസിയുടെ കൂട്ടുവിശ്വാസിയോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ എങ്ങനെയായിരിക്കണം? അവർക്ക് ആത്മീയ വർധന വരുത്തണം. ആകാത്തതൊന്നും എന്റെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഇത് നമുക്ക് പ്രായോഗികമാക്കേണ്ട വിഷയമാണോ? പ്രിയമുള്ളവരെ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ നിസ്സാര വാക്കിനുമല്ല, നിസ്സാര വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ കൂട്ടു സഹോദരന്മാരോട് നാം സംസാരിക്കുമ്പോൾ അവർക്ക് ആശ്വാസം ലഭിക്കണം, അവർക്ക് ആത്മീയ വർധന ഉണ്ടാകണം. നമ്മുടെ സഹോദരന്മാര് നമ്മളോട് സംസാരിക്കുമ്പോൾ അവര് സഹോദര സംസാരിച്ചത് എനിക്ക് വളരെ ആശ്വാസമായി എന്ന് പറയുന്നുണ്ടോ? അവർക്ക് സഹോദരൻ എന്നോട് സംസാരിച്ചപ്പോ എനിക്ക് വളരെ സമാധാനം ലഭിച്ചു എന്ന് പറയാറുണ്ടോ? പ്രിയമുള്ളവരെ, നമുക്കങ്ങനെ ആകണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ആകാത്തതൊന്നും നിന്റെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അത് പിന്നെയും അവിടെ വിശദമാക്കി പറയുന്നുണ്ട്. സമയം അതിക്രമിച്ചിരിക്കാൻ അന്ത്യകാലമാകുന്നുണ്ട്. സ്നേഹത്തിൽ അത് അധികമായിട്ട് ചെയ്യണം. സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ എന്ന് പറഞ്ഞിട്ട് പറയുന്ന അടുത്ത വാക്യമാണ് 10-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സഭാജീവിതത്തിലെ കൂട്ടായ്മകൾ, അതിന്റെ ഇന്റിമസി കുറഞ്ഞു പോകുന്നെങ്കിൽ അതിന്റെ പ്രശ്നം നമ്മുടേത് തന്നെയാണ്. മറ്റുള്ളവരെ ആരെയും പഴിക്കാനായിട്ട് പോകണ്ട. നമ്മളിലേക്ക് തന്നെ നോക്കുക. നമ്മുടെ കൂട്ടു സഹോദരന്മാർക്ക് വേണ്ടി നിൽക്കുവാൻ, അവരോടൊന്ന് ആശ്വാസവാക്ക് പറയുവാൻ, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അന്യോന്യം പണിയണം, അന്യോന്യം പ്രബോധിപ്പിക്കണം. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാ? ദൈവം തന്നിരിക്കുന്ന കൽപ്പനകളാ. പ്രിയമുള്ളവരെ, നെഹമ്യാവ് വലിയ ഉത്തരവാദിത്വം താൻ അവിടെ ചെയ്തു തീർത്തു. വലിയ ഒരു ദൗത്യം താൻ ചെയ്തു തീർത്തുവെങ്കിൽ അതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് താൻ അവിടെ ആ ചോദ്യം അല്ലെങ്കിൽ കാര്യം അവരോട് തിരക്കി എന്നുള്ളതുകൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, നെഹമ്യാവ് അത് ചോദിച്ചില്ലായിരുന്നു എന്ത് പറ്റും? ഇങ്ങനെ ഒരു ചരിത്രം ഒരു പക്ഷേ എനിക്കറിയത്തില്ല, ദൈവം വേറെ രീതിയിൽ ചെയ്യുമായിരിക്കാം. എന്നാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു ചോദ്യമായിരിക്കാം, ഒരു ആശ്വാസവാക്കുകളായിരിക്കാം മറ്റുള്ളവരുടെ ഇടിഞ്ഞു കിടക്കുന്ന പല മേഖലകളും പണിയുവാനായിട്ട് സഹായിക്കുന്നത്. അതൊരു പക്ഷേ വലിയ കാര്യമൊന്നും നമ്മൾ ചെയ്യണ്ട. നെഹമ്യാവിടെ വലിയ ചെലവൊന്നും അവിടെ ചോദിക്കുമ്പോൾ ചെയ്യുന്നില്ലല്ലേ? നെഹമ്യാവ് എന്താ ചെയ്തേ? അവരോട് ചോദിച്ചു.
അവരെന്താ അതിന് മറുപടി പറഞ്ഞേ? അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് 3-4 ഒന്ന് വായിക്കാവോ? അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. മതി. അവിടെ എന്താ കേട്ടത്? അതിന്റെ മൊത്തം പിക്ചറും അവിടെ കിട്ടി. ഇത് കേട്ടപ്പോൾ നെഹമ്യാവിന്റെ അവസ്ഥ എന്താ? നാലാം വാക്യത്തിൽ എന്താ അവിടെ പറയുന്നത്? ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. എന്തുകൊണ്ടാണ് നെഹമ്യാവിന് കരയാൻ പറ്റിയേ? ഞാൻ ഇരുന്ന്, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് അവിടെ ആ ഇരുന്നു എന്നുള്ളത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. When I heard these words, that I sat down and wept. നെഹമ്യാവ് അവിടെ ഇരുന്ന് ഈ സംഭവം കേട്ടപ്പോൾ കരയുന്ന സംഭവമാണ് നാം അവിടെ വായിച്ചത്. നമ്മുടെ സഹോദരന്മാരോട് ഒരു പക്ഷേ ആ ആദ്യത്തെ പടി നമ്മൾ ചെയ്യുമായിരിക്കും. അവരോട് ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമായിരിക്കും. അവരുടെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത പടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ടോ? അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ടോ? അതോ വെറും ഫോർമാലിറ്റിക്ക് ആ കണ്ടതല്ലേ ഷേക്കാൻഡ് കൊടുക്കാം, എങ്ങനെയുണ്ട്, എന്തുണ്ട് വിശേഷം എന്ന് പറഞ്ഞ് ചോദിച്ചു പോകുന്നതിലല്ല നെഹമ്യാവ് അവിടെ നിർത്തിയത്. അവർ വന്നതല്ലേ ഒന്ന് കണ്ടിട്ട് പോട്ടെ, അവർക്ക് വേണ്ടുന്ന സൽക്കാരങ്ങളൊക്കെ ചെയ്ത് ചോദിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു വിടാനല്ല നെഹമ്യാവ് അവിടെ ചെയ്തത്. നെഹമ്യാവ് എന്ത് ചെയ്തു? നെഹമ്യാവിന്റെ റെസ്പോൺസ് എന്തായിരുന്നു? നെഹമ്യാവ് അവിടെ ഇരുന്ന് കരഞ്ഞു. പ്രിയമുള്ളവരെ, ഇത് അവരുടെ വിഷമങ്ങൾ, അവരൊരു കാര്യം പറയുമ്പോൾ അത് ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ട് വേണം നമ്മളത് സ്വീകരിക്കുവാനായിട്ട്. We should stand in their shoes. അവരുടെ ആ വെയിറ്റ്, അവരെന്തുമാത്രം ഭാരത്തോടു കൂടിയാണോ അത് പറയുന്നത്, അതേ ഭാരത്തോടു കൂടി അത് ഉൾക്കൊള്ളുവാനായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, ദൈവസന്നിധിയിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സഭയിലെ ഒരു വിഷയത്തെ ഓർത്ത് കരഞ്ഞിട്ട് നമ്മൾ എത്ര നാളായി? സഭയിലെ വിഷയങ്ങളെ ഓർത്ത്, സഭയിലെ വിശ്വാസികളുടെ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച് കരഞ്ഞിട്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ചിട്ട് നമ്മൾ എത്ര നാളായി? പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് ആ സഹോദരന്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട്, ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കരഞ്ഞിട്ട് എത്ര നാളായി? നമ്മളെല്ലാവരും വളരെ സ്ട്രോങ് പേഴ്സൺസ് ആണല്ലേ. അതുകൊണ്ട് ഞങ്ങളെ ആർക്കും കരയിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ, നെഹമ്യാവിന് ധൈര്യക്കുറവുകൊണ്ടൊന്നും അല്ല. നെഹമ്യാവ് അത് കഴിഞ്ഞ് ചെയ്യുന്ന, ധൈര്യത്തോട് ചെയ്യുന്ന എത്രയോ പ്രവൃത്തികൾ അവിടെ കാണുന്നുണ്ട്. എത്രയോ പേർ തന്റെ പണിയെ തടസ്സം ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷെ ധൈര്യക്കുറവുകൊണ്ടല്ല നെഹമ്യാവ് ഇവിടെ കരഞ്ഞ്. ആ ഭാരം അവന്റെ ഹൃദയത്തിലേക്ക് എടുത്തുകൊണ്ട്, ആ വിഷയങ്ങൾ തന്റെ ഹൃദയത്തിലേക്ക് എടുത്തുകൊണ്ട് താൻ കരയുകയാണ്. അവരുടെ വിഷമത്തിൽ താനും ഒരുമിച്ച് വിഷമിക്കുന്ന നെഹമ്യാവിനെ നമുക്ക് കാണാൻ പറ്റും. റോമാലേഖനം 12-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിക്കാവോ? 12-ാം അധ്യായം 15-ാമത്തെ വാക്യം. സന്തോഷിക്കുന്നവരോട്, റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 15, സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുകയും കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടുവിശ്വാസികൾ കരയുമ്പോൾ അവരോടൊപ്പം കരയണമെന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ കൂട്ടു സഹോദരന്മാർ സന്തോഷിക്കുമ്പോൾ അവരോടൊപ്പം നമ്മൾ സന്തോഷിക്കണമെന്നുള്ളത് കൽപ്പനയാണ്. അവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരണം, അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അവരോടൊപ്പം സന്തോഷിക്കണം. അവരുടെ വിഷമത്തിൽ നാം അവരോടൊപ്പം കരയണം. അത് താഴോട്ട് നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. അധ്യായം മുഴുവനും നിങ്ങൾ വായിച്ചോ. 12-ാം അധ്യായം 1-ാം വാക്യമൊക്കെ നമ്മൾ പലതവണ വായിക്കുന്നത്. ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പറയുന്നത് രൂപാന്തരപ്പെടണം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. താഴോട്ട് വായിച്ച അധ്യായം തീരുന്നത് എങ്ങനെയാ? തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണം.
പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടു സഹോദരന്മാരുടെ വിഷമത്തിൽ നാം വിഷമിക്കണം, കരയണം, ദൈവസന്നിധിയിൽ കരഞ്ഞു യാചിക്കണം. അവരുടെ സന്തോഷത്തിൽ നാം കൂടെ സന്തോഷിക്കണം. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് ചെയ്യാതിരുന്നാൽ അത് നമ്മുടെ മേലുള്ള കടമായിട്ട്, പാപമായിട്ട് ദൈവം അത് കണക്കാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നെഹമ്യാവോടെ എന്താ ചെയ്തേ? നെഹമ്യാവ് അവിടെ ഇരുന്ന് കരഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് കരയാൻ പഠിക്കണം. നമ്മുടെ വിശ്വാസികളുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വിശ്വാസികളുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുവാനായിട്ട്, നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുവാനായിട്ട് നമ്മൾ പഠിക്കണം. മലയാളികളുടെ ഏറ്റവും വലിയ കുഴപ്പമാണ്, അവർ കരയുകയില്ല, ചിരിക്കുകയില്ല, ഒരു വികാരവും ഇല്ലല്ലേ. കരഞ്ഞാൽ അയ്യോ അവൻ കരഞ്ഞു, ചിരിച്ചാൽ അയ്യോ അവൻ ചിരിച്ചു, അല്ലേ? പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തു ലാസറിന്റെ കല്ലറയിൽ വെച്ചെന്നാ ചെയ്തേ? അവൻ കണ്ണുനീർ വാർത്തു. കർത്താവിന് അറിയത്തില്ലേ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്? ഉയർത്തെഴുന്നേൽക്കാൻ പോവോ, ഉയർത്തെഴുന്നേറ്റിപ്പിക്കാൻ പോവുകയാണെന്ന് അറിയത്തില്ലായിരുന്നോ? എന്നിട്ട് പോലും നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? കരഞ്ഞു. ഇന്ന് ആരാധനയുള്ള ചിന്തയിൽ പറഞ്ഞല്ലോ, സജീവങ്ങളുമാണ് പറഞ്ഞെന്ന് തോന്നുന്നു. കള്ളന്റെ കൂടെയാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്. അവന്റെ വില, അത്രയും വലിയ ദൈവത്തെ കള്ളന്മാരോട് കൂടെ എണ്ണുവാണ്. ഞാനിങ്ങനെ അപ്പം ആലോചിച്ചു, ദൈവം നിത്യതോളം എന്നെയാ കൂടെ ഇരുത്താൻ പോണേ, അല്ലേ? നമ്മെ ഓരോരുത്തരെയും അവനോടൊപ്പം ഇരുത്താൻ പോവാ. അതിലും വലിയ കള്ളനാണ് ഞാൻ. എൻ്റെ കൂടെ ആ ദൈവം നിത്യതയോളം ഇരിക്കാൻ പോകുന്നത്. ദൈവത്തിന് അതിൽ യാതൊരു മടിയില്ല. നമ്മളോടൊപ്പം ഇരിക്കുവാൻ, ഒപ്പം സന്തോഷിക്കുവാൻ, ഒപ്പം കരയുവാനായിട്ട് ആഗ്രഹമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അത് തന്നെയാണ് ദൈവം നമ്മിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ സഹോദരന്മാരോട് കൂടെ സന്തോഷിക്കണം, നമ്മുടെ സഹോദരന്മാരോട് കൂടെ ആനന്ദിക്കണം, നമ്മുടെ സഹോദരന്മാരോട് കൂടെ അവരുടെ വിഷമത്തിൽ നമ്മൾ കരയണം. ചിലർ പറയാറുണ്ട്, എൻ്റെ സഹോദര എൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലായിരിക്കാം, മനസ്സിലാവാനായിട്ടുള്ള കഴിവില്ലായിരിക്കാം, പക്വതയില്ലായിരിക്കാം. പക്ഷെ അവരോടൊന്ന് കേട്ടു നോക്കിയേ, അവരോടൊന്ന് സംസാരിച്ചു നോക്കിയേ, അവരുടെ പകുതിയിലധികം ഭാരം അപ്പം കുറയും. പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടു സഹോദരന്മാരോടൊപ്പം സംസാരിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുവാനായിട്ട് അതിനുവേണ്ടി നമ്മൾ എക്യുപ്പ് ചെയ്യണം. എത്ര ബിസി ലൈഫ് ആയിക്കോട്ടെ, ഒരു ഫോൺ കോൾ മതിയായിരിക്കും, ഒരു പ്രാവശ്യം ഒന്ന് വിസിറ്റ് ചെയ്താൽ മതിയായിരിക്കും. അത് പോയി ഒന്ന് കാണുവാൻ, അവരോട് ഒരു വാക്ക് വിളിച്ചു സംസാരിക്കുവാനായിട്ട് നമ്മൾ മുതിരണം. അത് അവർക്ക് ഏറ്റവും വലിയ ആശ്വാസമായിരിക്കും. ഒരു പക്ഷേ ആ സമയത്ത് അവരൊന്നും പറയത്തില്ലായിരിക്കാം. മറ്റൊരു വിഷമം പറയുമ്പോൾ അവർ ആദ്യം വിളിക്കുന്ന ആരായിരിക്കും എന്നറിയോ? നമ്മളെ തന്നെ ആയിരിക്കും. സഹോദര, ഇങ്ങനൊരു വിഷയമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യങ്ങളായിട്ട് ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്. ആ സഹോദരൻ വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ ആശ്വാസം കിട്ടി. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് സെന്റേഡ് ആയിട്ട് നമ്മുടെ കാര്യം മാത്രം നോക്കി പോകാനായിട്ടുള്ളതല്ല. അതിനല്ല ഈ സഭ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സഭയൊന്നും വേണ്ട, വീട്ടിൽ മാത്രമായി ഇരുന്ന് ആരാധിച്ചാൽ പോരായിരുന്നോ? എന്തിനു വേണ്ടിയിട്ടാ സഭയായിട്ട് നമ്മളെ കൂട്ടി വരുത്തിയിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? അവരുടെ പെയിൻ, അവരുടെ വിഷമം ഷെയർ ചെയ്യുവാനായിട്ടുള്ള പാത്രങ്ങളായി നമ്മൾ മാറണം. നെഹമ്യാവ് അത് ചെയ്തു. അതിനുശേഷം നെഹമ്യാവ് ചെയ്തത് എന്താണെന്നറിയാവോ? 5, 6, 7 ഒന്ന് വായിക്കാമോ? നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം, അതിന് 5, 6, 7. സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ചു നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണു തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. 7-ാം വാക്യത്തിന്റെ തുടക്കം, ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്തമായി പ്രവർത്തിച്ചിരിക്കുന്നു. മതി. അതിന്റെ 6-ാം വാക്യത്തിന്റെ അവസാന വാക്യത്തിൽ എന്താ പറയുന്നത്? ഞാൻ ഒന്നുകൂടെ അത് വായിക്കാം. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. 7-ാം വാക്യത്തിന്റെ തുടക്കം, ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്തമായി പ്രവർത്തിച്ചിരിക്കുന്നു. നെഹമ്യാവാണോ അതൊക്കെ ചെയ്തേ? നെഹമ്യാവാണോ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? നെഹമ്യാവിന് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായ ആവശ്യമുണ്ടായിരുന്നുവോ? നെഹമ്യാവിന് യാതൊരു പ്രശ്നവുമില്ല, അവനൊന്നും അല്ല ഇത് ചെയ്തു കൂട്ടിയത്, അല്ലേ?
പക്ഷേ എന്നും ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ദൈവപുരുഷൻ പറയുക, അവൻ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ദൈവത്തോട് മാപ്പപേക്ഷിക്കുമ്പോൾ അവൻ എന്താ അവിടെ പറയുന്നത്? ഞാൻ പാപം ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കൂട്ടു സഹോദരന്മാർക്കോ കൂട്ടു സഹോദരിമാർക്കോ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ മറ്റൊരു തലത്തിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കൂടെ ചേർന്ന് നിന്നുകൊണ്ടല്ല പല പ്രാർത്ഥനകളിലും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവരങ്ങനെ ആയിരുന്നു, അവരോട് ക്ഷമിക്കണമെന്നേ നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ നെഹമ്യാവ് എന്താ ചെയ്യുന്നത്? ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു. അവരോട് ചേർന്ന് ആ റെസ്പോൺസിബിലിറ്റി മറ്റൊരാളിലേക്ക് ബ്ലെയിം ചെയ്യുവാനായിട്ട് നെഹമ്യാവ് മുതിർന്നില്ല. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് സജി മാത്യു സഹോദരൻ ബ്ലെയിമിനെ കുറിച്ച് എടുത്തായിരുന്നു. അവസാനം ഒരു കഥയൊക്കെ പറഞ്ഞായിരുന്നു ആദ്യം, അല്ലേ? പൂച്ച ചത്തത് എങ്ങനെയായിരുന്നു? വോളിലിടിച്ചത്. വോളാണ് കുറ്റക്കാരൻ, അല്ലേ? പഴി വോളിനായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അവരുടെ കുറ്റങ്ങളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടല്ല ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്. നമ്മളെ അവരോടുകൂടെ ചേർത്തുകൊണ്ട് വേണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഒരുപക്ഷെ കുറവുകൾ ഉണ്ടാവും, പാപങ്ങൾ ഉണ്ടാവും, അവർ പിന്മാറ്റത്തിലേക്ക് പോയിട്ടുണ്ടാവും. നമ്മളെയും നമ്മുടെ റെസ്പോൺസിബിലിറ്റി മാറ്റി നിർത്തിക്കൊണ്ടല്ല, അവരെ ബ്ലെയിം ചെയ്തുകൊണ്ടല്ല ദൈവസന്നിധിയിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ടുള്ളൂ. ഒരുപക്ഷെ നാം അവരോട് വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ടാവും, ആത്മാർത്ഥമായിട്ട് ആ വിഷയത്തിൽ വിഷമം നമുക്കുണ്ടാവും, അതിനുവേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ കരയുമ്പോൾ തന്നെ ആ ബ്ലെയിം അവരെ മേൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടുകൊണ്ടല്ല നെഹമ്യാവ് ഇവിടെ പ്രാർത്ഥിച്ച്. നെഹമ്യാവ് കൂടെ അതിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞു, തൻ്റെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് താണ് ആ വിഷയം ദൈവസന്നിധിയിൽ താൻ പകരുന്നത്. പ്രിയമുള്ളവരെ, ഈ വിഷയത്തിൽ നെഹമ്യാവിന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാമായിരുന്നു. തൻ്റെ സ്റ്റാറ്റസ് തനിക്ക് നോക്കാമായിരുന്നു. തൻ്റെ ചുറ്റുമുള്ള ഇതിനൊരു സൊല്യൂഷൻ എന്താണ്, ഈ പ്രശ്നത്തിലുള്ള പരിഹാരം എന്താണെന്ന് പ്രശ്നങ്ങളിലേക്ക് തനിക്ക് നോക്കാമായിരുന്നു. തൻ്റെ കൂടെ എത്ര പേരുണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് നോക്കാമായിരുന്നു. തനിക്ക് എത്ര ശക്തിയുണ്ട്, സ്വാധീനത ഉണ്ട് എന്ന് വേണമെങ്കിൽ നെഹമ്യാവിന് നോക്കാമായിരുന്നു. പക്ഷെ നെഹമ്യാവ് എങ്ങോട്ടാ നോക്കിയേ? ദൈവത്തിങ്കിലേക്കാണ് നോക്കിയേ. പലപ്പോഴും നമ്മൾ ഇടിഞ്ഞു കിടക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും മതിലിടിഞ്ഞു കിടക്കുന്നതിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ നെഹമ്യാവ്? നമ്മളെപ്പോഴും റിസൾട്ടിലാണ് നമ്മുടെ ഫോക്കസ്. യെരൂശലേമിലെ മതിലുകൾ ഇടിഞ്ഞു കിടന്നു, അത് പണിതു എന്നതാണ് നമ്മുടെ ഫോക്കസ് മുഴുവൻ. നെഹമ്യാവിന്റെ ഇവിടുത്തെ പ്രാർത്ഥനയിൽ മതിലിനെ കുറിച്ചല്ല പറയുന്നത്, പകരം തന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഞാൻ വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു, ഞാനും എൻ്റെ പിതൃഭവനവും ദൈവത്തിനെതിരായിട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കൺഫസ് ചെയ്യുന്ന നെഹമ്യാവിനെയാണ് നാം ഇവിടെ കാണുന്നത്. അവിടെയാണ് വിഷയം. നമ്മൾ പലപ്പോഴും മതിലുകളിലേക്കാണ് നോക്കുന്നത്, പൊളിഞ്ഞു കിടക്കുന്ന മേഖലകളാണ് നമ്മുടെ വിഷയം. നമ്മൾ അവിടേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിന് സൊല്യൂഷൻ എന്ത് കണ്ടുപിടിക്കാമെന്നതാണ് നമ്മുടെ ചിന്ത. പ്രിയമുള്ളവരെ, അതിന് പകരം നെഹമ്യാവ് എവിടേക്കാണ് നോക്കിയേ? ആ ദൈവജനം ചെയ്ത പാപത്തിലേക്ക്, അവർ ചെയ്ത കുറവുകളിലേക്ക് ഞാൻ വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തന്നെ കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, നെഹമ്യാവ് മതിൽ പണിതിട്ടുണ്ടാവും. പക്ഷെ നെഹമ്യാവിൻ്റെ അറിയാമായിരുന്നു അതിൻ്റെ ബേസിക് കോസ് മതിലിടിഞ്ഞതല്ല അതിൻ്റെ വിഷയം. അനേകം പേർ അവിടെയുണ്ട്, മതിൽ പണിയാത്തതല്ല അവിടുത്തെ വിഷയം. വിഷയം എവിടെയാണ് കിടക്കുന്നത്? അവർ ദൈവത്തിലെ അകന്നുപോയി, ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്തു പോയി. അതാണ് അവൻ്റെ വിഷയം. പ്രിയമുള്ളവരെ, നമ്മുടെ ഫോക്കസ് മതിലുകളിലേക്കൊന്നും പോകണ്ട, നമ്മളിലേക്ക് തന്നെ വരിക. ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക, അത് ഉപേക്ഷിക്കുക, അത് കൺഫസ് ചെയ്യുക. അത് കൺഫസ് ചെയ്യുമ്പോൾ തന്നെ 5-ാം വാക്യത്തിൽ കാണുന്നു, ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് നെഹമ്യാവ് ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയങ്ങൾ എന്തോ ആയിക്കോട്ടെ, കൂട്ടു സഹോദരന്മാരുടെ വിഷയങ്ങളായിക്കോട്ടെ, സഭയുടെ വിഷയങ്ങളായിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, നമ്മൾ ദൈവസന്നിധി വയ്ക്കുമ്പോൾ വേറെ ആരുടെ മേലെ ബ്ലെയിം ചെയ്യണ്ട, വേറെ ആരുടെ മേലെ അത് പഴിചാരണ്ട. എൻ്റെ പ്രശ്നമാണ്, ഇറ്റ്സ് മൈ ഫോൾട്ട്, എൻ്റെ ഉത്തരവാദിത്വമാണ്, ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കരയുവാൻ, ആ പാപത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവ ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ പറയട്ടെ, അത് നെഹമ്യാവ് ചെയ്തതുകൊണ്ട് നെഹമ്യാവിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി എന്നവിടെ കാണുന്നില്ല. 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അർത്തക്ഷഷ്ട രാജാവിൻ്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ, 1-ാം അധ്യായത്തിൽ ഒരു മാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്, 2-ാം അധ്യായത്തിൽ മറ്റൊരു മാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
ഇതിൽ തമ്മിലുള്ള ഡ്യൂറേഷൻ ഞാൻ നോക്കിയപ്പോൾ ഒരു 3-4 മാസമുണ്ട്. ഏകദേശം നമ്മുടെ ഇതനുസരിച്ച് 120 അല്ലെങ്കിൽ 100 കൂടുതൽ ദിവസം ദൈവസന്നിധിയിൽ താനിത് വച്ച് പ്രാർത്ഥിച്ചു. ഈ അവസ്ഥയിൽ ഉപവസിച്ച് കരഞ്ഞും കൊണ്ട് 120 അല്ലെങ്കിൽ 100-ലധികം ദിവസങ്ങൾ ദൈവസന്നിധിയിൽ നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ ഇമോഷണലാണ്, വൈകാരികമായിട്ട് അതിനോട് ഇടപെട്ടിട്ടുണ്ട്, അതിനോട് അവന്റെ പ്രതികരണം അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഹിസ് ഡിസിഷൻസ് ആർ നോട്ട് ഇമോഷണൽ. അവൻ ഹേസ്റ്റ് ആയിട്ട് വേഗത്തിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിക്കളെ, എന്നാ വാ പോകാം, രാജാവിനോട് പെർമിഷൻ ചോദിച്ചിട്ട് പോകാനല്ല അവൻ തീരുമാനിച്ചത്. ഹി വെയിറ്റഡ് ഫോർ ദ ലോർഡ്. ദൈവസന്നിധിയിൽ അവൻ അതിനുവേണ്ടി കാത്തിരുന്നു. നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിനുടനടി സൊല്യൂഷൻ ഉണ്ടാക്കാൻ നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കുവാനല്ല നമ്മൾ ചെയ്യേണ്ടത്. ദൈവസന്നിധിയിൽ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഉടനടി തീരുമാനം ഉണ്ടാകണമെന്നുള്ള വാശിയൊന്നും നമ്മൾ പിടിക്കരുത്. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ദൈവം ലീഡ് ചെയ്യുന്നതിന്, കൺഫേം ചെയ്യുന്നതിന് അനുസരിച്ച് മാത്രമേ നമ്മുടെ ഡിസിഷൻസ് എടുക്കാവൂ. അവൻ കരഞ്ഞു, അവൻ വൈകാരികമായിട്ട് അനേക കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവന്റെ ഡിസിഷൻസ് ഇറ്റ്സ് നോട്ട് ഇമോഷണൽ. അവന്റെ ഡിസിഷൻസ്, അവന്റെ തീരുമാനങ്ങൾ ഇമോഷണലി എടുത്ത തീരുമാനങ്ങളല്ലായിരുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കരഞ്ഞ് അപേക്ഷിച്ച് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ താൻ അടുത്ത ചുവട് വെച്ചോളൂ. തന്റെ മേലധികാരികളോട് സംസാരിക്കുന്നതിന് മുമ്പ് പോലും താൻ അത്രയും ദിവസം വെയിറ്റ് ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ തിടുക്കമുള്ളവരാ. നമ്മൾ വേഗത്തിൽ കാര്യങ്ങൾ നടക്കും. ഇന്ന് ഫാസ്റ്റ് ഫുഡിനെയും ഫാസ്റ്റായിട്ട് ഓടുന്ന ലോകമാണ്. ഉടനടി നടപടി വേണമെന്നുള്ളതൊക്കെയാണ്. ചിലപ്പോൾ ചില ഡിസിഷൻസ് വൈകി എന്ന് വന്നേക്കാം, ചില ഡിസിഷൻസ് വൈകി എന്ന് നമുക്ക് തോന്നിയേക്കാം. ദൈവസന്നിധിയിൽ കൺഫർമേഷൻ ലഭിക്കാതെ ഒരു തീരുമാനങ്ങളിലേക്കും നമ്മൾ എത്തിപ്പെടാനായിട്ട് പാടില്ല. നമ്മുടെ ജീവിതങ്ങളിലായിക്കോട്ടെ, മറ്റു സഹോദരങ്ങളെ കുറിച്ചുള്ള ജീവിതങ്ങളിലെ കാര്യങ്ങളോ, സന്തോഷത്തിന്റെ കാര്യമോ ദുഃഖത്തിന്റെ കാര്യമോ ആയിക്കോട്ടെ, പ്രിയമുള്ളവരെ, നമ്മൾ ഉടനടി നടപടി എന്നുള്ള രീതിയിലല്ല നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഒരു പക്ഷെ അത് പെട്ടെന്ന് ഉത്തരം കിട്ടുവാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്, ഒരു പ്രശ്നമില്ല. ദൈവസന്നിധിയിൽ ഈ വിഷയത്തെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം അതിനൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണം. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ഓരോ മേഖലകളിലും നമ്മുടെ ബുദ്ധി കൊണ്ട് തീരുമാനിച്ച ഓരോ കാര്യങ്ങളിലേക്ക് എടുത്തു ചാടരുത്. നമ്മുടെ ഇമോഷണലിൽ ഓരോ തീരുമാനങ്ങളിലേക്ക് നമ്മൾ എടുത്തു ചാടരുത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവം ഉറപ്പ് നൽകുന്ന കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാൻ. അല്ലെങ്കിൽ വലിയ ട്രാജഡീസിലേക്ക് ഒരു പക്ഷേ നമ്മൾ എടുത്തുചാട്ടങ്ങൾ കൊണ്ടെത്തിക്കും. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മുടെ കൂട്ടു സഹോദരന്മാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി നടപടി എന്ന് പറഞ്ഞ് ഫാസ്റ്റ് ആവണ്ട. ഒന്ന് മെല്ലെ ഇരിക്കെ, ദൈവം സംസാരിക്കട്ടെ, ദൈവം പറയട്ടെ, എന്താണ് ചെയ്യേണ്ടത് ദൈവം ഉറപ്പ് തരട്ടെ. അവരോട് പോലും മറുപടി ഒന്നും പറഞ്ഞില്ലല്ലേ? ഈ വന്നവരോട് പോലും നെഹമ്യാവ് ഒരു മറുപടിയും പറഞ്ഞില്ല. ഹി വെയിറ്റഡ് ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന് അതിന്റെ ഉത്തരം കിട്ടിയതിനു ശേഷം മാത്രമേ താൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുക്കും. 4-മതായിട്ട് ഞാൻ പിന്നെയും മുമ്പോട്ട് പോവുക വേഗത്തിൽ, സമയം കഴിയാറായല്ലോ. അതിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 1-ാമത്തെ 11-ാം വാക്യത്തിൽ, കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിന് പാനപാത്രവാഹനായിരുന്നു. അതിന്റെ 2-ാം 6-ാം വാക്യം കൂടെ ഒന്ന് വായിക്കോ. അതിന് രാജാവ് രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു. നിന്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം? നീ എപ്പോൾ മടങ്ങി വരും എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ എന്നെ അയപ്പാൻ രാജാവിന് സമ്മതമായി. ഞാനൊരു അവധിയും പറഞ്ഞു. മതി, ഞാനൊരു അവധിയും പറഞ്ഞു. എങ്ങനെ ഇത് നെഹമ്യാവിന് പറ്റിയേ? എന്ത് കാര്യത്തിനാണ് പോകുന്നതെന്നുള്ള ഉത്തമ ബോധ്യം നെഹമ്യാവിനുണ്ട്. ദൈവസന്നിധിയിൽ താൻ പ്രാർത്ഥിച്ച് മനസ്സിലാക്കി ഉറപ്പിച്ചിട്ടാണ് ഈ കാര്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നത്. പക്ഷെ താൻ ഒരു അവധി അവിടെ പറയുന്നുണ്ടല്ലേ? എത്രയാണെന്ന് അവിടെ പറയുന്നില്ല, പക്ഷെ കൃത്യമായി ഒരു അവധിയും നെഹമ്യാവ് അവിടെ പറയുന്നു. ഹി ഹാസ് ഫുൾ ക്ലാരിറ്റി ഓഫ് ദ മിഷൻ. ആ മിഷനെ കുറിച്ച്, ആ ഒരു ദൗത്യത്തെ കുറിച്ച് താൻ മുഴുവനായിട്ടുള്ള വ്യക്തമായ ക്ലാരിറ്റി ആ നെഹമ്യാവിനുണ്ടായിരുന്നു. ഒന്നും അറിയാതെ ഇറങ്ങിപ്പോയതല്ല നെഹമ്യാവ്. ഒരു കാൽക്കുലേഷനും ഇല്ലാതെ ഇറങ്ങിപ്പോയതല്ല, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇറങ്ങിപ്പോയതല്ല. ഒരുപക്ഷെ ചിലരൊക്കെ പറയും നമ്മൾ വലുതായിട്ട് പ്ലാൻ ചെയ്യുന്നതൊക്കെ അനാത്മീയമാണെന്ന് പറയും. അങ്ങനെയാണോ?
പ്രിയമുള്ളവരെ, ഇറ്റ്സ് നോട്ട് അൺസ്പിരിച്വൽ. നമ്മളെ പ്ലാൻ ചെയ്യണം, പക്ഷെ ആ പ്ലാന് മുഴുവനായിട്ട് ആരുടെ മധ്യേ സബ്മിറ്റ് ചെയ്യണം? ദൈവസന്നിധി സബ്മിറ്റ് ചെയ്യണം. അത് പ്രോവബ്സ് 16:3 ആ വേഴ്സിൽ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കൊണ്ടാൽ മതി. നമ്മുടെ പ്ലാനും നമ്മുടെ വിചാരങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാ, അത് പക്ഷെ ദൈവസന്നിധിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പ്രിയമുള്ളവരെ, അത് എവിടെന്നാ ഈ സംഭവം എല്ലാം തുടങ്ങുന്നത്? എവിടെന്നാ? 1-ാം അധ്യായത്തിൽ നെഹമ്യാവ് അവരെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന്, ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങി ദൈവം തന്നെ ലീഡ് ചെയ്ത് എവിടെ വരെ എത്തി? ഹി ടുക്ക് ദ റെസ്പോൺസിബിലിറ്റി ടു സോൾവ് ദാറ്റ് ഇഷ്യൂ. ഹി ടുക്ക് ദ ലീഡർഷിപ്പ്. ആ റോള് താൻ ഏറ്റെടുത്തുകൊണ്ട് താൻ ആ ദൗത്യത്തിലേക്ക് മുന്നോട്ട് നീങ്ങി. നമ്മൾ കൂട്ടു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം ഒരു ലീഡിങ് ചെയ്യുമ്പോൾ, നിനക്കതിന് എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്നൊരു ഉത്തരം ദൈവം നൽകുമ്പോൾ, അതിന് വിധേയപ്പെട്ട് ആ ഉത്തരവാദിത്വം ചെയ്യുവാനായിട്ട് നമ്മൾ സന്നദ്ധത കാണിക്കണം. നമ്മൾ ശരിയാണ്, അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ഹൃദയഭാരത്തോടുകൂടി ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു. അത് കഴിഞ്ഞ് അവരെ കൂടെ ഉൾപ്പെടുത്തി ഞാനും അവരും കൂടെ നിന്ന് ദൈവസന്നിധിയിൽ ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ച് കൺഫെഷൻ ചെയ്ത്, ദൈവം എനിക്ക് കൃത്യമായ ഒരു ഉത്തരം നൽകി, നീ ഇന്നതുപോലെ ചെയ് എന്ന് പറഞ്ഞ് ദൈവം ഒരു ലീഡിങ് തന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ബാക്ക് അടിക്കരുത്, പിന്നെ അവിടെ നിന്ന് പിന്മാറാനായിട്ട് ശ്രമിക്കരുത്. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. അവനവിടെ ഉത്തരവാദിത്വമുള്ളവരോട് ചോദിക്കുന്നുണ്ട്. ചോദിക്കാൻ പോകുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയി ചോദിക്കുന്നത്, അല്ലേ? പ്രിയമുള്ളവരെ, ദൈവസന്നിധി നമ്മൾ എടുക്കുന്ന ഏത് തീരുമാനങ്ങളും, അതിലെ പ്രൊഫഷണൽ ലൈഫ് തന്നെ, അതിനെക്കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ മതി. ഈച്ച് ആൻഡ് എവറി മൊമെന്റ്, എവറി ഡിസിഷൻസിലും താൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് ആ കാര്യം മേലുദ്യോഗസ്ഥനോട് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനിവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ തകർന്നു കിടക്കുന്ന മതിലുകൾ എവിടെയാണെന്നുള്ളത്, മതിലുകളല്ല നമ്മുടെ വിഷയം, നമ്മുടെ പ്രശ്നങ്ങൾ അവിടെയല്ല, നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് ഫോക്കസ് അവിടെയല്ല വീഴാനുള്ളത്. നമ്മുടെ കുറവുകളെ തിരിച്ചറിയുന്നതിൽ, നമ്മുടെ പാപങ്ങൾ തിരിച്ചറിയുന്നതിലാണ്. അവിടം തൊട്ടത് തുടങ്ങണം. എന്നാലേ മതില് പണി കറക്റ്റാ നടക്കത്തുള്ളൂ. മതില് പണിയാനായിട്ട് ആദ്യമേ ചാടി പുറപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കുറവുകളെ മനസ്സിലാക്കണം, നമ്മുടെ തെറ്റുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. അല്ലെങ്കിൽ പറയട്ടെ, അത് കൂട്ടു സഹോദരന്മാരുടെ ബന്ധത്തിലായാലും എൻ്റെ ജീവിതത്തിലായാലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏതൊക്കെ മതിലുകൾ തകർന്നു കിടക്കുന്നുണ്ട്, പ്രാർത്ഥനാ ജീവിതമായിരിക്കാം, ദൈവത്തോടുള്ള സമയം ചെലവഴിക്കുന്നതിലായിരിക്കാം, കൂട്ടു സഹോദരന്മാരുമായിട്ടുള്ള റിലേഷൻഷിപ്സിലായിരിക്കാം, നമ്മുടെ ബന്ധങ്ങളിൽ എവിടെയാണോ മതിലുകൾ തകർന്നു കിടക്കുന്നത് അതിന് പരിഹാരം നമ്മൾ കാണണം. നമ്മുടെ സഭയുടെ മതിലുകൾ തകർന്നു കിടക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആ വിഷയങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ കരയുന്നുണ്ടോ? നമ്മൾ ദൈവസന്നിധിയിൽ കരഞ്ഞ്, ദൈവമേ ഇതാണ് വിഷയം, ഇതിന് പരിഹാരം എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കരയുവാനായിട്ട്, സഭയുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവണം. തകർന്നു കിടക്കുന്ന മതിലുകൾ പണിയുവാനായിട്ടിടയാകണം. തകർന്നു കിടക്കുന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുവാനായിട്ടിടയാകണം. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മുടെ മകളുടെ ജോലി, മകന്റെ ജോലി, നമ്മുടെ സുഖം, രോഗങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ വിഷയം. എന്തിനു വേണ്ടിയിട്ട് അവരോട് സംസാരിക്കാൻ പറഞ്ഞ കൂട്ടു സഹോദരനോട്? ആത്മീയ വർധന വരുത്തുന്നതിന് വേണ്ടി, സഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയിട്ട്, സഭയുടെ ആത്മീയ ഉണർവിന് വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ കരഞ്ഞു നിലവിളിക്കണം. മുട്ടുകുത്തി ദൈവത്തോട് യാചിക്കണം. ദൈവമേ, ഞങ്ങൾക്ക് പഴയ സ്നേഹത്തിലേക്ക് വരുവാനിടയാകണമേ. ആരിലേക്ക് ബ്ലെയിം ഇടണ്ട, ആരിലേക്ക് പഴി ചാരണ്ട, ആരിലേക്കും കൈ ചൂണ്ടണ്ട. എന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ട്, ദൈവമേ എന്റെ കുറവ് അങ്ങ് ക്ഷമിക്കണമേ, എന്റെ ഉത്തരവാദിത്വം ചെയ്യുവാനായിട്ട് എന്നെ സഹായിക്കണമേ. ചാടി പുറപ്പെടണ്ട, ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. അവൻ ഏകദേശം 100-ലധികം ദിവസങ്ങൾ കാത്തിരുന്നിട്ടുണ്ടാവും. പ്രിയമുള്ളവരെ, നമ്മുടെ മതിലുകൾ പണിയപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അത് പണിയപ്പെട്ടേ പറ്റത്തുള്ളൂ. അത് ദൈവത്തിന്റെ പ്ലാനാണ്. അവൻ മറ്റു പല വഴികളും ചൂസ് ചെയ്യുന്നുണ്ടാവോ, പക്ഷെ നമുക്കതിലൊരു റോളുണ്ട്, നമുക്കതിലൊരു പങ്കുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഞാനിങ്ങനെ വായിക്കുന്നു. നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക. നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക. പ്രിയമുള്ളവരെ,
നിന്നാപാത്രമായിരിക്കാൻ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. എഫെസ്യ ലേഖനം 4:29 ആ ആത്മീയ വർധന വരുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ വായിൽ നിന്ന് ആകാത്തൊന്നും പുറപ്പെടരുത് എന്ന് പറയുന്ന വാക്യത്തിന്റെ 2ാമത്തെ വാക്യം എന്താ? അത് കഴിഞ്ഞുള്ള വാക്യം എന്തായിരുന്നു? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ സഭയിലെ, നമ്മുടെ സഭാ ജീവിതത്തിലെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ, ക്രിസ്തീയ ജീവിതത്തിലെ മതിലുകൾ പണിയണം. അത് നിന്നാപാത്രമായിട്ട് അവിടെ നിൽക്കുക. അത് ഏറ്റവും മോശമായ അവസ്ഥയിൽ അവിടെ നിൽക്കുക. ഈ മതിലുകൾ ഇടിഞ്ഞു കിടന്നിട്ട് കുറേ നാളുകളായി. ആരും നോക്കാനോ ചോദിക്കാനോ ഇല്ലായിരുന്നു, അല്ലേ? പ്രിയമുള്ളവരെ, അത് നിന്നാപാത്രമായിട്ട്, പുറത്തുള്ളവരിലേക്ക് നിന്നാപാത്രമായിട്ട് അതവിടെ നിൽക്കുന്നുണ്ടാവും. അയ്യോ, യെരൂശലേമിന്റെ മതിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുക. അത് കണ്ട് പരിഹസിക്കുവാൻ, നിന്ദിക്കുവാനായിട്ട് ഒരുപാട് പേരുണ്ട്. അത് പണിയുവാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായല്ലോ. പ്രിയമുള്ളവരെ, അത് നിന്നാപാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ, അത് നിന്നാപാത്രമായിട്ട് നിൽക്കുന്നു, അതിനെ പണിയേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. തകർന്ന ബന്ധങ്ങൾ, തകർന്ന മതിലുകൾ നമ്മൾ പണിഞ്ഞേ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുവാനായിട്ട്, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീരണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന്റെ 2-ാം അധ്യായം തന്നെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. എന്താ? അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. ഒരു പക്ഷെ സ്വന്തമായിട്ടൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ലെന്നേ. അന്യോന്യം ധൈര്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം. സഭ എന്ന് പറയുന്നതോ, നമ്മുടെ ജീവിതങ്ങൾ എന്ന് പറയുന്നതോ, അത് ഒറ്റയ്ക്ക് അങ്ങ് ചെയ്തു തീർക്കാമെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. നമ്മൾ അന്യോന്യം ധൈര്യപ്പെടുത്തുക, അന്യോന്യം ശക്തിപ്പെടുത്തുക, ഒരുമിച്ച് ആ പണി പൂർത്തിയാക്കുവാനായിട്ട് ശ്രമിക്കണം. നിന്നാപാത്രമായിട്ട് തീരുവാനായിട്ട് ഇടയായി തീരരുത്. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ 59-ാം അധ്യായമാണെന്ന് തോന്നുന്നു, നിങ്ങളെ എൻ്റെ കൈവെള്ളയിൽ വരച്ചിരിക്കുന്നു. അത് കഴിഞ്ഞുള്ള വാക്യം എന്താ അറിയോ? നിങ്ങളുടെ മതിലുകളെല്ലാം എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു, നിങ്ങളുടെ മതിലുകൾ എൻ്റെ സന്നിധിയിലിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലാണ് ഇതിരിക്കുന്നത്. യിരെമ്യാ പ്രവചനത്തിൽ പറയുന്നു, നിന്നെ എന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. അത് നല്ല വാക്യമാ, അത് വളരെ സേഫാണല്ലോ നാം. പക്ഷെ അതിന് കൂടെ ഒരു വാക്യം കൂടെ അതിന് താഴെയുണ്ട്. അതിന് താഴെ പിന്നെ ഒരു സെന്റൻസ് ഉണ്ട്. എന്താണ്? നിങ്ങളുടെ മതിലുകൾ എൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മതിലുകളെ പണിയുവാനായിട്ട് അത് നിന്നാപാത്രമായിട്ടായിരിക്കുന്നുവെങ്കിൽ അതിനെ പണിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. അന്യോന്യം ധൈര്യപ്പെടുത്തുവാൻ, അന്യോന്യം അതിനുവേണ്ടി പ്രബോധിപ്പിക്കുവാനായിട്ട്, ദൈവസന്നിധിയിൽ താഴുവാനായിട്ട്, ദൈവസന്നിധിയിൽ ഇതിനുവേണ്ടി കരയുവാനായിട്ട് നമ്മൾ താല്പര്യപ്പെടണം. ആരെയും കുറ്റപ്പെടുത്തണ്ട, ആരുടെയും മേലോട്ട് നമ്മളത് പഴിചാരണ്ട. ഞാൻ പറയട്ടെ, സഭായോഗങ്ങൾ മുടങ്ങുമ്പോൾ, കോട്ടേജ് മീറ്റിങ്ങുകൾ നടക്കാതെ വരുമ്പോൾ പല കാരണങ്ങൾ അതിന് കണ്ടെത്തും. ഞാൻ ചോദിക്കട്ടെ, ഇറ്റ്സ് ദ ബേസിക് റീസൺ ഈസ് വി ലോസ്റ്റ് ദ ഇന്റിമസി ബിറ്റ്വീൻ അതേഴ്സ്. പരസ്പരമുള്ള ഇന്റിമസി നഷ്ടപ്പെട്ടതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം. അല്ലാതെ വേറെ ഒരു കാര്യവും അതിലുണ്ടാവത്തില്ല. പ്രിയമുള്ളവർ, നമ്മൾ അനേക റീസൺസ് അതിനു വേണ്ടി അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചോ. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ഫെലോഷിപ്പ് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ആ കാര്യങ്ങൾ മുടങ്ങിപ്പോകുന്നത്, ആ കാര്യങ്ങൾ നടക്കാതെ പോകുന്നത്. അതുകൊണ്ടാ പ്രിയമുള്ളവരെ, ഒരുമിച്ചിരിക്കുവാനായിട്ട് ഇന്ന് സൺഡേ രാവിലെ വന്നപ്പോൾ എത്ര പേര് അയ്യോ ഞാൻ ദൈവ സഹോദരന്മാരോട് കൂടെ ആരാധിക്കാൻ പോകുന്നു എന്നുള്ള ആവേശത്തോടെ, ആഗ്രഹത്തോടെ വന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ടാവും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാൻ ആളല്ല. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ ആ സന്തോഷത്തോടെ വേണം വരെ. അതോ ഇന്ന് ഞായറാഴ്ചയാ, അതുകൊണ്ട് ഞാൻ വരുന്നത്. അല്ലെങ്കിൽ ഇന്നയാൾ വിളിച്ചു ചോദിക്കും ഇന്നെന്താ വരാത്തേന്ന്, അതുകൊണ്ടാണ് വന്നേ. ദൈവസന്നിധിയിൽ ദൈവാത്മാക്കളുമായിട്ടുള്ള, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ ആഗ്രഹിക്കുന്നവരാണ് സഭയിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, തകർന്നു കിടക്കുന്ന സ്ഥലങ്ങൾ പണിയപ്പെടുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. അതിനുവേണ്ടി നമ്മെ തന്നെ താഴ്ത്തുവാനായിട്ട് ഇടയാക്കട്ടെ. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.